കേവലം ലൈംഗികപരമായിട്ടുള്ള ബന്ധപ്പെടലിലൂടെ 80% വരുന്ന സ്ത്രീകൾക്കും സാറ്റിസ്ഫാക്ഷൻ, അതായത് ആ രതിമൂർച്ചയും കാര്യങ്ങൾ ലഭിക്കുന്നില്ല എന്നുള്ളതാണ് പഠനങ്ങൾ കാര്യങ്ങൾ പറയുന്നത്. അപ്പോൾ അവിടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ടുന്ന ഒരു കാര്യമുണ്ട്. അതെന്താണ്? അപ്പോൾ അവിടെ ലിംഗവലിപ്പമോ ഇല്ലെങ്കിൽ ഒരുപാട് സമയം ചെയ്യുകയോ ഇതൊന്നും അല്ല ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം വരുന്നത് ലേഡീസിൻ്റെ ക്രിസരി അല്ലെങ്കിൽ ആ ഒരു ക്ലിറ്റോറിസ് കൃത്യമായ രീതിയിൽ സ്റ്റിമുലേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. എങ്ങനെയൊക്കെ ആ ഒരു ക്ലിറ്റോറിസ് സ്റ്റിമുലേറ്റ് ചെയ്യണം എന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ക്രിസരി സ്റ്റിമുലേറ്റ് ചെയ്യുന്നത് മനസ്സിലാക്കി വെക്കുന്നതിനോടൊപ്പം തന്നെ നമ്മുടെ ലൈംഗിക ജീവിതമൊക്കെ അടിപൊളിയാക്കാൻ വേണ്ടി നമ്മൾ വായിച്ചിരിക്കേണ്ടത് അല്ലെങ്കിൽ കേട്ടിരിക്കേണ്ടതായിട്ടുള്ള ഒരു പുസ്തകമാണ് കാമസൂത്ര എന്നുള്ളത്. ഇപ്പോഴാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് വളരെ എളുപ്പം മനസ്സിലാക്കാനുള്ള ഒരു സുവർണാവസരമുണ്ട്. കുക്കു എഫ്എമ്മിൽ നല്ല കിട്ടിലൻ ഓഡിയോ പുസ്തകമായിട്ട് കാമസൂത്ര ലഭ്യമാണ്. വളരെ ചെറിയ രൂപത്തിൽ 15 മിനിറ്റുള്ള ബൈറ്റ്സ് ആയിട്ടും ഈ കാമസൂത്ര ലഭ്യമാണെന്നുള്ളതാണ്. അപ്പോൾ വളരെ അബ്സ്ട്രാക്റ്റ് ആയിട്ട് നമുക്ക് ആ കാര്യങ്ങളൊക്കെ ഈസി ആയിട്ട് മനസ്സിലാക്കി എടുക്കാൻ പറ്റുന്നതാണ്. ഇതുപോലെ ഒരുപാട് ഓഡിയോ കണ്ടന്റുകൾ ഇപ്പം പാരന്റിങ്ങിനെ പറ്റിയിട്ടും അങ്ങനെ നമുക്ക് ഉപകാരപ്പെടുന്ന ഒരുപാട് ഓഡിയോ കണ്ടന്റുകളുണ്ട്. 10,000-ലേറെ വരുന്ന പുസ്തകങ്ങൾ നമ്മൾ വായിക്കാൻ ആഗ്രഹിക്കുന്ന പുസ്തകങ്ങൾ നല്ല രസത്തിൽ ആസ്വാദന മികവോടുകൂടി കേട്ട് ആസ്വദിക്കാൻ കുക്കു എഫ്എം ത്രൂ സാധിക്കുന്നതാണ്. ഓരോ മാസവും പുതിയ പുതിയ പുസ്തകങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോഴാണെന്നുണ്ടെങ്കിൽ നല്ല കിടിലൻ അവസരമുണ്ട്. 7 ദിവസത്തേക്ക് ഫ്രീ ട്രയൽ, അതായത് ആഡ് ഫ്രീ ആയിട്ട് നമുക്ക് ഈ പുസ്തകങ്ങൾ കേട്ട് ആസ്വദിക്കാനുള്ള അവസരം കുക്കു എഫ്എം ഒരുക്കുന്നുണ്ട്. ഇത് ഫസ്റ്റ് ടൈമാണ് അവർ ഇത്തരത്തിലൊരു ഓഫറും കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ 7 ദിവസങ്ങൾ കേട്ട് ആസ്വദിച്ച് നോക്കുക. തീർച്ചയായിട്ടും നിങ്ങൾ സബ്സ്ക്രിപ്ഷൻ തുടർന്ന് എടുക്കുന്ന കാര്യത്തിൽ ഉറപ്പാണ്. കാരണം അത്രയധികം ഉപകാരപ്പെടുന്ന ഒരു ആപ്പ് കാര്യങ്ങളൊക്കെ തന്നെയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. എന്തായാലും ഫ്രീ ട്രയൽ ഒന്ന് എടുത്തു നോക്കുക. ഈ ഒരു അവസരം മിസ് ചെയ്യേണ്ട. ലിങ്ക് കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷനിലും ഫസ്റ്റ് ടൈമിൽ നമ്മൾ പിൻ ചെയ്തിട്ടുണ്ടാവും. തീർച്ചയായിട്ടും ചെക്ക് ചെയ്യുക. ഇനി നമുക്ക് ക്ലിറ്റോറിസിന്റെ കാര്യത്തിലോട്ട് വരാം. ക്ലിറ്റോറിസ് എങ്ങനെയൊക്കെ സ്റ്റിമുലേറ്റ് ചെയ്യാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഹാൻഡ് വെച്ച് സ്റ്റിമുലേറ്റ് ചെയ്യും. ഇപ്പോൾ സ്വയംഭോഗം ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് സ്റ്റിമുലേറ്റ് ചെയ്യും. അതേപോലെ തന്നെ ആ ഒരു പാർട്ണർഷിപ്പിൽ കൃത്യമായ രീതിയിൽ ക്ലിറ്റോറിസ് സ്റ്റിമുലേറ്റ് ചെയ്യാം. അപ്പോൾ അത് എങ്ങനെയൊക്കെ ചെയ്യാം? പാർട്ണർഷിപ്പിലോട്ട് കാര്യങ്ങൾ വരുന്ന സമയത്ത് എങ്ങനെയൊക്കെ സ്റ്റിമുലേറ്റ് ചെയ്യാന്ന് വെച്ചാൽ ഓറലി മൗത്ത് ഉപയോഗിച്ചുള്ള സ്റ്റിമുലേഷൻ കാര്യങ്ങൾ ചെയ്യാം. ടങ് ഉപയോഗിച്ചുള്ള സ്റ്റിമുലേഷൻ കാര്യങ്ങളൊക്കെ അവിടെ ചെയ്യാവുന്നതാണ്. അതേപോലെ തന്നെ ഫിംഗേഴ്സ് യൂസ് ചെയ്തുള്ള സ്റ്റിമുലേഷൻസുകളാവാം. അതേപോലെ ജെനിറ്റൽ പാർട്സുകൾ തമ്മിൽ ടച്ച് ചെയ്തുകൊണ്ടുള്ള സ്റ്റിമുലേഷൻസുകളും കാര്യങ്ങളൊക്കെ ആവാന്നുള്ളതാണ്. അപ്പോൾ ഇത്തരത്തിലെല്ലാം സ്റ്റിമുലേറ്റ് ചെയ്യാം. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ട കാര്യം, ധൃതി പിടിച്ചൊന്നും ചെയ്യേണ്ട കാര്യമില്ല. വളരെ സ്ലോ ആയിട്ട് ആസ്വദിച്ച് കാര്യങ്ങൾ ചെയ്യുക. ഇനി വരുന്നത് എങ്ങനെയൊക്കെ സ്റ്റിമുലേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. സ്റ്റിമുലേറ്റ് ചെയ്യാനുള്ള രീതികൾ ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് കാണിച്ചു തരാം. ക്ലിറ്റോറിസ് അറിയില്ലെങ്കിൽ ഇതാണ് ക്ലിറ്റോറിസും കാര്യങ്ങളും ക്രിസരി എന്ന് നമ്മൾ പറയും. അപ്പോൾ ഇത് ഈ പുറത്തുനിന്ന് കാണുന്ന ഭാഗം മാത്രമല്ല ഉള്ളിലോട്ട് കൂടി എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യം മനസ്സിലാക്കാം. ഇനി ഈ പുറത്തുള്ള ഭാഗം എങ്ങനെ നമുക്ക് സ്റ്റിമുലേറ്റ് ചെയ്യാന്നുള്ളതാണ് നോക്കാൻ പോകുന്നത്. ഒന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ അപ്പ് ആൻഡ് ഡൗൺ മോഷനിലൂടെയാണ്. അതായത് മുകളിലോട്ടും താഴോട്ടും ഇത്തരത്തിൽ ഇങ്ങനെ സ്റ്റിമുലേറ്റ് ചെയ്ത് കൊടുക്കുകയാണ് ഒന്നാമത്തെ. ഇത് അപ്പ് ആൻഡ് ഡൗൺ എന്നുള്ള രീതിയിൽ സ്റ്റിമുലേറ്റ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. പിന്നെ വരുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ലെഫ്റ്റ് ആൻഡ് റൈറ്റ് ആണ്. ലെഫ്റ്റ് ആൻഡ് റൈറ്റ് രണ്ട് സൈഡിലോട്ടുമായിട്ട് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടുമായിട്ട് ഈ ഒരു ക്ലിറ്റോറിസ് സ്റ്റിമുലേറ്റ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അടുത്തതായിട്ട് വരുന്നത് സർക്കുലർ മോഷനിലുള്ള സ്റ്റിമുലേഷൻ ആണ്. അതായത് ഈ ക്ലിറ്റോറിസ് നമുക്ക് സർക്കുലർ മോഷനിൽ ഇങ്ങനെ പതിയെ സ്റ്റിമുലേറ്റ് ചെയ്ത് കൊടുക്കാം. അത് ക്ലോക്ക് വൈസിലും ചെയ്യാം, നമുക്ക് ആന്റി ക്ലോക്ക് വൈസ് ആയിട്ട് ചെയ്യാം. ക്ലോക്ക് വൈസും ചെയ്യാം, ആന്റി ക്ലോക്ക് വൈസ് ആയിട്ട് നമുക്ക് ഇത്തരത്തിൽ ഈ ക്ലിറ്റോറിസ് സ്റ്റിമുലേറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഈ ക്ലിറ്റോറിസിന്റെ ഈ ഒരു ക്ലിറ്റോറൽ ഹുഡ് നമ്മൾ ഈ പുറത്ത് കാണുന്ന ഈ ഭാഗത്ത് മാത്രം സർക്കുലറായി ചെയ്യേണ്ട, നമുക്ക് ചുറ്റിലും ചെയ്യാൻ പറ്റും. അതായത് ഒരു ഔട്ടർ ഓർബിറ്റിലും നമുക്ക് ഇത്തരത്തിലും ഇതേപോലെ സർക്കുലർ രീതിയിൽ സ്റ്റിമുലേറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും. അപ്പോൾ ആ രീതിയിലും ചെയ്യാവുന്നതാണ്. പിന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡാണ് ചെറിയ രീതിയിൽ ടാപ്പ് ചെയ്യുക എന്നുള്ളതാണ്. ഇങ്ങനെ പതിയെ ഇങ്ങനെ ടാപ്പ് ചെയ്യും, ഫിംഗേഴ്സ് യൂസ് ചെയ്ത് പതിയെ ടാപ്പ് ചെയ്യാം. വേദനിപ്പിക്കുന്ന രീതിയിലല്ല, പതിയെ ഫിംഗേഴ്സ് യൂസ് ചെയ്ത് ടാപ്പ് ചെയ്യുന്നതും നല്ല രീതിയിൽ ഒരു സ്റ്റിമുലേഷൻ കിട്ടാൻ വേണ്ടി ഹെൽപ്ഫുൾ ആണ്. കാരണം അത്രയധികം നെർവെൻഡിങ് ഉള്ള ഭാഗമാണ്. അപ്പോൾ ഇത്തരം ചെറിയ ആയിട്ടുള്ള ടാപ്പിങ്ങിലൂടെയും നല്ല രീതിയിലൊരു സ്റ്റിമുലേഷൻ കാര്യങ്ങളൊക്കെ ലഭിക്കുന്നതാണ്. മറ്റൊരു മെത്തേഡാണ് നമുക്ക് ഈ ഒരു ക്ലിറ്റോറൽ ഹുഡിനെ പതിയെ പുറത്തോട്ട് പുൾ ചെയ്യാം. അപ്പ് ആൻഡ് ഡൗൺ ആയിട്ട് നമുക്ക് പുൾ ചെയ്യുകയും താഴോട്ട് നമുക്ക് ജസ്റ്റ് അതുപോലെ പുൾ ചെയ്ത് കൊടുക്കാവുന്നതാണ്. അത്തരത്തിൽ സ്റ്റിമുലേറ്റ് ചെയ്യാവുന്നതാണ്. ഇങ്ങനെ പല രീതിയിലായിട്ട് നമുക്ക് ഈ ക്ലിറ്റോറിസ് ഏരിയ സ്റ്റിമുലേറ്റ് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ്. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഓരോ വ്യക്തികളിലും ഓരോ ലേഡീസിൻ്റെ കേസിലും അവരുടെ താല്പര്യങ്ങൾ ഡിഫറൻ്റ് ആയിരിക്കും എന്നുള്ളതാണ്. അപ്പോൾ അത് കൃത്യമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് മനസ്സിലാക്കണം. ഇപ്പോൾ ചിലപ്പം ചിലർക്ക് അത് പുൾ ചെയ്യുന്ന രീതിയിലായിരിക്കും ഇഷ്ടമുണ്ടാവുക. ചില കേസിൽ ചെറുതായിട്ട് ടാപ്പ് ചെയ്യുന്ന കൂടുതൽ ഇഷ്ടമുണ്ടാവും. ചില കേസിൽ സർക്കുലർ ആയിട്ടുള്ള മോഷൻ ആയിരിക്കും കൂടുതൽ ഇഷ്ടമുണ്ടാവുക. അപ്പോൾ ഈ കാര്യങ്ങൾ മനസ്സിലാക്കാം എന്നുള്ളതാണ്. മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ച് ചെയ്യുക എന്നുള്ളതാണ് കൂടുതൽ ആനന്ദകരമായിട്ട് വരുന്ന ഒരു കാര്യം എന്നുള്ളത്. പിന്നെ എക്സ്ട്രാ ലൂബ്രിക്കേഷൻ കൂടി ഉപയോഗപ്പെടുത്താം. ഈ ക്ലിറ്റോറിസ് സ്റ്റിമുലേറ്റ് ചെയ്യുമ്പോൾ ലൂബ്രിക്കേഷൻ, ജെനിൽ നിന്ന് വരുന്ന ലൂബ്രിക്കേഷൻ കൂടി അപ്ലൈ ചെയ്തുകൊണ്ട് ചെയ്യാം. അതേപോലെ തന്നെ എക്സ്ട്രാ ലൂബ്രിക്കേഷൻ വേണമെന്നുണ്ടെങ്കിൽ ഉപയോഗപ്പെടുത്താവുന്നതാണ്. ഇനി സ്റ്റിമുലേറ്റ് ചെയ്യാൻ വേണ്ടി പിന്നെ മൗത്ത് ഉപയോഗിച്ച് സ്റ്റിമുലേറ്റ് ചെയ്യാമെന്നുള്ള കാര്യം പറഞ്ഞു. അതേപോലെ തന്നെ വൈബ്രേറ്റേഴ്സും വേണമെന്നുണ്ടെങ്കിൽ ക്ലിറ്റോറിസ് സ്റ്റിമുലേറ്റ് ചെയ്യാൻ ഉപയോഗപ്പെടുത്താവുന്നതാണ്. അത് ഒരു സെൽഫ് പ്ലഷർ എന്ന രീതിയിൽ ഉപയോഗിക്കാം. അതേപോലെ തന്നെ പാർട്ണർഷിപ്പിലും അത്തരത്തിൽ ഈ ഒരു വൈബ്രേറ്റേഴ്സുകൾ ഉപയോഗപ്പെടുത്താൻ പറ്റുന്നതാണെന്നുള്ളതാണ്. അപ്പോൾ നിങ്ങളുടെ ലൈംഗികത മനോഹരമാക്കാൻ വേണ്ടിയിട്ട് ഈ കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് എന്തുകൊണ്ടും നല്ലതായിരിക്കും. അപ്പോൾ ക്രിസരിയെ കൃത്യമായ രീതിയിൽ പരിഗണിക്കേണ്ടതായിട്ടുള്ള ഒരു ഭാഗം തന്നെയാണെന്നുള്ളതാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ സെക്ഷൽ ലൈഫൊക്കെ അടിപൊളിയാവട്ടെ, നല്ല രീതിയിൽ കാര്യങ്ങൾ എക്സിക്യൂട്ട് ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ളതാണ് പറയാനുള്ളത്. പിന്നെ തുടക്കത്തിൽ പറഞ്ഞ ആ പുസ്തകം കേൾക്കാൻ മറക്കണ്ട. കുക്കു എഫ്എം ഡൗൺലോഡ് ചെയ്യാൻ ലിങ്കും കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷനിൽ ഫസ്റ്റ് ടൈമിലൊക്കെ നമ്മൾ കൊടുത്തിട്ടുണ്ടാവും. തീർച്ചയായിട്ടും ചെക്ക് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാൻ വരുന്ന പ്രതീക്ഷയോടെ നിർത്തുകയാണ്. ഇറ്റ്സ് മീ നിതിൻ. സീ യു ടുമോറോ. ബൈ ഗൈസ്.